ഗുഡ് വീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹീറോ വിത V2 പ്ലസിൻ്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. കാലിക്കറ്റ് കല്ലായി റോഡ് ഹീറോ എസ് മോട്ടോഴ്സിലെ പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റായ ദീപികയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദീപികയോട് ചോദിച്ചറിയാം. ഹായ് ദീപിക. നമ്മൾ ഇന്ന് ഹീറോ വിത V2 പ്ലസിന്റെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത് അല്ലെ പ്രേക്ഷകരിലേക്ക്. അപ്പൊ എന്തൊക്കെയാണ് ദീപികയ്ക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വിത V2 പ്ലസിനെ പറ്റിയിട്ട്? നമുക്ക് വിഡ V2 പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഡിൽ വേരിയന്റ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ പരിചയപ്പെട്ടു വിഡ V2 പ്രോ ടോപ്പ് വേരിയന്റ്. അതിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ആണ് നമുക്ക് വിഡ V2 പ്ലസ്സിൽ വരുന്നത്. വിഡ V2 പ്ലസ്സിൽ വരുന്ന നമുക്ക് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് നമുക്ക് റേഞ്ചിൽ ഡിഫറൻസ് വരുന്നുണ്ട്. റേഞ്ച് നമുക്ക് വരുന്നത് 143 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന IDC റേഞ്ച്. അത് റിയൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 100 കിലോമീറ്റർ റേഞ്ച് വരെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈഡിംഗ് മോഡ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ 4 മോഡ് പറഞ്ഞിട്ടുണ്ട്. വിഡ V2 പ്ലസ്സിൽ വരുന്ന സമയത്ത് 3 റൈഡിംഗ് മോഡ്സ് ആണ് വരുന്നത്. അതായത് എക്കോ, റൈഡ്, സ്പോർട്ട്, ഇങ്ങനെയുള്ള 3 മോഡ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡും കൂടി നമുക്ക് ഇതിലും വരുന്നുണ്ട്, പ്ലസിലും വരുന്നുണ്ട്. അത് നമുക്ക് പ്രോയിലും വരുന്നുണ്ട്, ലൈറ്റിലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് റിമൂവബിൾ ബാറ്ററി തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 റിമൂവബിൾ ബാറ്ററീസ് ആണ് വരുന്നത്. സിംഗിൾ ബാറ്ററിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടി നമുക്ക് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒന്ന് ചാർജിൽ ഇട്ടിട്ട് നമുക്ക് ഒന്നിൽ റൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പൊ ഇത് സെക്കൻഡ് വേരിയന്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ സെക്കൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോയിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിൽ ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ഞാൻ പറഞ്ഞത് പ്രോയില് 4 മോഡാണ്. അതായത് ഒരു കസ്റ്റം മോഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സ്പീഡ് ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പ്ലസിലേക്ക് വരുന്നില്ല. പിന്നെ വരുന്ന ഡിഫറൻസ് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഓൾറെഡി പറഞ്ഞു റേഞ്ച് ഡിഫറൻസ് വരുന്നത് 100 കിലോമീറ്റർ ആണ്, മറ്റേത് 114 കിലോമീറ്റർ ആണ്. ഒരു 14 കിലോമീറ്ററിന് ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറൻസ് കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റിയിൽ വ്യത്യാസം വരും. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് വിഡ V2 പ്ലസ്സിൽ വരുന്നത് 3.44 കിലോ വാട്ടാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പ്രോയില് പറഞ്ഞ സമയത്ത് കുറച്ച് കൂടുതലുണ്ട്. അതായത് അത് ചാർജിനെ ബാധിക്കും. അതായത് നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്ന ടൈമിംഗ് ആണോ, ചാർജിങ് ടൈമിൽ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് 5 മണിക്കൂറും 55 മിനിറ്റും ആണ്. V2 പ്ലസ്സിലേക്ക് വരുന്ന സമയത്ത് 5 മണിക്കൂറും 15 മിനിറ്റും മതി. പിന്നെ ഫാസ്റ്റ് ചാർജറിങ് കോമൺ ആണ്. 0 to 80% 65 മിനിറ്റ് തന്നെയാണ് വരുന്നത്. അതെ, ബാക്കിയുള്ള സർവീസ് കാര്യങ്ങളും ഒക്കെ നമ്മളെ പ്രോയും പ്ലസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, സർവീസ് കാര്യങ്ങളൊക്കെ സെയിം പാറ്റേൺ ആണ്. 7 സർവീസ് വരുന്നുണ്ട്. ഫസ്റ്റിലെ 3 സ്പീഡ് കാര്യങ്ങൾ വരും. ടോപ്പ് സ്പീഡിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെ ഞാൻ പ്രോയില് പറഞ്ഞത് 90 ആണ്. പ്ലസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 85 ആണ് ടോപ്പ് സ്പീഡായിട്ട് വരുന്നത്. V2 പ്രോയിൽ പറഞ്ഞ സമയത്ത് ആപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന, അതിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് പ്രോ 2ലും ഒക്കെ ഉള്ളത്. അതിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഈ V2 പ്ലസ് എന്ന് പറയാൻ പറ്റുമോ? വിഡ V2 പ്ലസിലും നമുക്ക് ആപ്പ് കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് വിഡ V2 പ്രോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പ്ലസിലും അവൈലബിൾ ആണ്. ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ആപ്പിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ V2 പ്ലസിലും നമുക്ക് വരുന്നുണ്ട്. അതായത് നമുക്ക് കീ ഇല്ലെങ്കിൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഫോളോ മീ, അതുപോലെ തന്നെ ഹാൻഡ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സീറ്റ് അൺലോക്ക് ചെയ്യാനുള്ളത്, നിയർ ബൈ ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം നമുക്ക് ഫീച്ചേഴ്സ് ആപ്പിൽ വരുന്നുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് 26 ലിറ്റർ തന്നെയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ വെയിറ്റിൽ വരുമ്പോൾ നമുക്ക് 125 കിലോ ആണ് നമ്മൾ പ്രോയില് പറഞ്ഞത്. V2 പ്ലസ്സിൽ വരുന്ന സമയത്ത് 124 കിലോ ആണ് അതിന്റെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ലോഡിംഗ് കപ്പാസിറ്റി ഒക്കെ സെയിം തന്നെയാണ് വരിക. പിന്നെ മോട്ടറും അതുപോലെ തന്നെ നമുക്ക് PMSM മോട്ടർ തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് സ്വിംഗ് ആം ത്രൂ ഉള്ള കണക്ഷനാണ്. നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ലോ ആയിരിക്കും വരിക. അപ്പം ഈ വെയിറ്റിൽ കുറവൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം സെയിം തന്നെയായിരിക്കില്ല ചരിഞ്ഞ പ്രദേശങ്ങളിലൊന്നും ഇതിനും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് പ്രോയിൽ വരുന്ന അതേ സെയിം ഗ്രേഡബിലിറ്റി 18 ഡിഗ്രി ഗ്രേഡബിലിറ്റി തന്നെ നമുക്ക് വിഡ V2 പ്ലസ്സിലും വരുന്നുണ്ട്. 2 ആളെ വെച്ചിട്ട് നമുക്ക് 18 ഡിഗ്രി വരെയുള്ള കയറ്റം സുഖമായിട്ട് നമുക്ക് കയറാം. V2 പ്രോനെക്കാളും സെക്കൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് നിങ്ങൾ അതിലില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് പ്രോയിലുള്ള സെയിം ഫീച്ചേഴ്സ് തന്നെ പ്ലസ്സിലേക്കും വരുന്നത്. അതെ.
ദീപിക, നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഹീറോ വിത V2 പ്രോൻ്റെയും V2 പ്ലസിൻ്റെയും വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പുതിയൊരു വേരിയൻറ്റിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയാനുണ്ട് അല്ലേ? അതെ, വിഡ V2 ലൈറ്റ്. യെസ്. അപ്പോൾ വിത V2 ലൈറ്റിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.